Hi students, welcome back to our geography class for 8th standard students. Okay, then in the last class we already started the 4th lesson, that is agriculture. Okay, agriculture. Then today in this class we will discuss about what is farm system. Farm system. Okay, farm system. What is farm system? Agriculture or farming. It is considered as a system. Agriculture means krishi ennalladhu. Agriculture or farming can be looked at as a system. It is considered as a system. There is a system ആയിട്ട് നമുക്ക് കാണാം. ഒരു സിസ്റ്റത്തിൽ നമുക്കറിയാം ഇൻപുട്ട്, then അതിൽ പ്രോസസ്, അല്ലേ? നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ ആണ്, കമ്പ്യൂട്ടർ സിസ്റ്റം, ഓക്കെ, ഇലക്ട്രോണിക് സിസ്റ്റം ആണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക, അല്ലേ? ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കുന്നു, ദെൻ അതിൽ പ്രോസസ്സിംഗ് നടക്കുന്നു, ഔട്ട്പുട്ട് ഇങ്ങോട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ കാണാം ലിസൺ ഫാം സിസ്റ്റം. ഓക്കെ, ഫാം സിസ്റ്റത്തിൽ നമ്മൾ ഇൻപുട്ട്, അതായത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമിംഗിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എന്തായിരിക്കും? സീഡ്, അല്ലേ? നമുക്ക് എന്ത് വേണം? സീഡ് വേണം. സീഡിൽ നിന്നാണ് ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നത്. അപ്പൊ സീഡ്, ദെൻ ഫെർട്ടിലൈസർ. സീഡ് കുഴിച്ചു വെച്ചാൽ മാത്രം മതിയോ? ഇല്ല, ഇതിന് വളം ഇടുക, അല്ലേ? അപ്പൊ കെമിക്കൽസ് ഓർ ഫെർട്ടിലൈസേഴ്സ്. ദെൻ ഇതിന് മെഷീനറി ആവശ്യമുണ്ട് നമുക്ക്. ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് മുടക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഇൻപുട്ട്. ഓക്കെ, അപ്പൊ ഇത് കോമൺ ആയിട്ട് പറയുന്നതാണ് ഇൻപുട്ട് ഇങ്ങനെ പറയുന്നത്. ദെൻ സീഡ്, ഫെർട്ടിലൈസർ, മെഷീനറി. ഇനി അതല്ലാതെ നമ്മളൊരു ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ഇൻപുട്ടിനെ സംബന്ധിച്ച് പറയും. ഫിസിക്കൽ ഇൻപുട്ട് നമുക്ക് എന്തൊക്കെ വേണം? ഇത് മാത്രം മതിയോ? നോ, സൺഷൈൻ, അല്ലെ? സൺഷൈൻ, റെയിൻഫോൾ, ടെമ്പറേച്ചർ, സോയിൽ, സ്ലോപ്പ്, ഇതെല്ലാം എന്താണ്? ഫിസിക്കലായിട്ട് നമ്മൾ കൊടുക്കണം. ദെൻ ഹ്യൂമൻ ഇൻപുട്സ്, മനുഷ്യര്, അതായത് നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ അത് എന്തൊക്കെയുണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്? സ്റ്റോറേജ്, ലേബർ, മെഷീനറി, കെമിക്കൽസ്, ഇതെല്ലാം എന്താണ് ഈ ഫാം സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻപുട്ട്. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മളിങ്ങനെ സീഡൊക്കെ കൊടുത്തു, പിന്നെ ഇതിന്റെ അതായത് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഇട്ടു. ഇതിന് ശേഷം ഇനി വരുന്ന എന്താണ്? പ്രോസസ്. അതിന് എന്തെല്ലാം പ്രോസസ്സിംഗ് വരും? എന്തൊക്കെ പ്രോസസ്സിംഗ് ആണ്? പ്ലോയിങ്, സോയിങ്, നമുക്കറിയാലോ. വെറുതെ ചുമ്മാ കൊണ്ട് സീഡ് വെക്കുമല്ല, ആദ്യം ആ ഫീൽഡ് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നിലം ഉഴുകണം, അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പ്ലോയിങ്, സോയിങ്, ഇറിഗേഷൻ. വാട്ട് ഈസ് ഇറിഗേഷൻ? വാട്ടർ സപ്ലൈ. വെള്ളം ഇല്ലാത്തത്, വാട്ടർ ഇല്ലാത്തത് വാട്ടർ സപ്ലൈ. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഇറിഗേഷൻ. അപ്പോൾ ഇറിഗേഷൻ, പ്ലോയിങ്, സോയിങ്, ഇറിഗേഷൻ. ദെൻ വീഡിങ്. വീഡ് എന്ന് പറഞ്ഞാൽ വീഡ്സ് എന്ന് പറഞ്ഞാൽ കള, അല്ലെ? കളകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അൺവാണ്ടഡ് പ്ലാന്റ്സ് ആണ് വീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അൺവാണ്ടഡ് പ്ലാന്റ്സ് നമുക്ക് പറിച്ച് കളയണം. അപ്പോൾ അതിനുവേണ്ടി ചില മെഷീൻസ് ഉണ്ട്, അതല്ലെങ്കിൽ കള പറിച്ച് കളയുക. അപ്പോൾ ഇങ്ങനെയുള്ള എന്താണ്? വീഡിങ് എന്ന് പറയുന്നതാണ് കളകൾ കളയുക. ദെൻ ഹാർവെസ്റ്റ്. ഏറ്റവും അവസാനം എന്താണ്? ഹാർവെസ്റ്റ്, അത് കൊയ്തെടുക്കുക. അപ്പം ഇത്രയും പ്രോസസ്സ് അതായത് നമ്മൾ ഇൻപുട്ട് കൊടുത്തതിന് ശേഷം വരുന്ന പ്രോസസ്സിംഗ് ആണ് ഇതെല്ലാം. ക്ലിയർ? ഇനി ഇതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? മെയിനായിട്ട് ഇപ്പം നമ്മുടെ പ്ലാന്റ്സിനെ സംബന്ധിച്ച് ക്രോപ്സ്, അല്ലെ? ക്രോപ്സ് നമുക്ക് കിട്ടും. ഇനി കോഴികളുടെ ഒരു ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ്? നമുക്ക് എന്തൊക്കെ കിട്ടും? പോൾട്രി, അതായത് കോഴി ഇറച്ചി, അല്ലെ? ദെൻ മുട്ട, ഇങ്ങനെയുള്ള പോൾട്രി പ്രോഡക്ട്സ്. ദെൻ ഷീപ്പിനെ സംബന്ധിച്ച വൂൾ നമുക്ക് കിട്ടും. ദെൻ ഡയറി, പാൽ, പശു വളർത്തൽ, അങ്ങനെയുള്ള ലൈഫ് സ്റ്റോക്ക് ഒക്കെ ആണെങ്കിൽ എന്താണ്? പാല്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അല്ലെങ്കിൽ മീറ്റ്, ഇതെല്ലാം വരും. അപ്പൊ ഇതൊക്കെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പം ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. ക്ലിയർ ആണോ? സിമ്പിൾ ആണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഇൻപുട്ട്, ദെൻ പ്രോസസ്സിംഗ് നടക്കുന്നു. പ്രോസസ്സിംഗ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ദെൻ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? ദെൻ ടൈപ്സ് ഓഫ് ഫാമിംഗ്. ഇനി അടുത്തത് നമ്മുടെ മൂവ് ചെയ്യുന്നതാണ് ടൈപ്സ് ഓഫ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഫാമിംഗ് ഓർ അഗ്രികൾച്ചർ ഈസ് കൺസിഡേർഡ് ആസ് എ
farming. Clear? Subsistence farming വീണ്ടും രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഇന്റൻസീവ് ആൻഡ് പ്രിമിറ്റീവ്. ക്ലിയർ? പ്രിമിറ്റീവ് ഫാമിംഗ് എന്ന് പറയുന്നതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന രണ്ട് പ്രോസസ്സാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആൻഡ് നൊമാഡിക് കൾട്ടിവേഷൻ. ദെൻ കൊമേഴ്ഷ്യൽ ഫാമിംഗിനകത്ത് വരുന്നത് മൂന്ന് ക്ലാസിഫിക്കേഷൻ ആണ്. കൊമേഴ്ഷ്യൽ ഗ്രെയിൻ, മിക്സഡ് ഫാമിംഗ് ആൻഡ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ടൈപ്സ് ഓഫ് ഫാമിംഗ്. ടൈപ്സ് ഓഫ് ഫാമിംഗ് എന്ന് പറയുന്നത് ലിസൺ, subsistence farming and commercial farming. Clear? Subsistence farming എന്ന് പറയുന്നത് the type of farming is practiced to meet the needs of the farmer's family. അതായത് subsistence farming എന്ന് പറഞ്ഞാൽ ഒരു ഫാമറിന്റെ ഫാമിലിയിലേക്ക് ആവശ്യമായത് മാത്രം ചെറിയ തോതിൽ അവനവനുള്ള സ്ഥലത്ത് എന്തെങ്കിലും നട്ട് അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് അവനവന്റെ വീടുകളിൽ ഉപയോഗിക്കുക. അതാണ് ആ ഉദ്ദേശമാണ്. അതായത് നമുക്ക് കഴിക്കാൻ, അതായത് നെല്ലാണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും മീറ്റ്, പച്ചക്കറി എന്താണെങ്കിലും നമുക്ക് എന്താ വെളിയിൽ പോയി മേടിക്കാതെ അവരവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളത് നമുക്ക് കിട്ടുക. ആ ഉദ്ദേശത്തോടു കൂടിയുള്ള ഫാമിംഗ് ആണ് അതായത് ഈ സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ടു ടൈപ്സ്, ഇന്റൻസീവ് ആൻഡ് പ്രിമിറ്റീവ്. ഇന്റൻസീവ് ആൻഡ് പ്രിമിറ്റീവ്. ദെൻ ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ the farmer cultivates a small plot of land using simple tools and more labor. Climate with a large number of days with the sunshine and fertile soil permits growing of more than one crop annually on the same plot. അതായത് ഒരു ചെറിയ ലാൻഡിൽ ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ അതായത് ഇത്ര ഒരു 3 സെന്റ് സ്ഥലമുള്ളൂ. അതിൽ സിമ്പിൾ ടൂൾ, വലിയ ടൂൾസ് ഒന്നുമില്ല, കയ്യിലുള്ള ടൂൾസ് കൊണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ച് വളർത്തിയെടുക്കുന്ന പ്ലാന്റ്സ് അതിന് അങ്ങനെ തുടങ്ങുന്ന ഒരു ഫാമാണ് ഇന്റൻസീവ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ക്ലൈമറ്റ് ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ തന്നെ വീടുകളിൽ തുടങ്ങാം അല്ലേ? അപ്പൊ എന്താണ്, കുറച്ച് ചീര വെച്ചു, കുറച്ച് അല്ലെങ്കിൽ പയർ വെച്ചു, അങ്ങനെ ഒരു ക്രോപ്പ് എന്നില്ല, മോർ ദാൻ വൺ ക്രോപ്പ് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഏതില്? ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു ഫാമറിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഉള്ള ഫാമിംഗ്, അതാണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. അതിനകത്ത് വരുന്നതാണ് ഇന്റൻസീവ് ആൻഡ് പ്രിമിറ്റീവ്. ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ സ്മോൾ പ്ലോട്ടില് ചെറിയ ടൂൾസ് കൊണ്ട് തുടങ്ങുന്ന ഫാമിംഗ് ആണ് ഇന്റൻസീവ് ഫാമിംഗ്. ദെൻ പ്രിമിറ്റീവ് ഫാമിംഗ്. പ്രിമിറ്റീവിനകത്ത് തന്നെ രണ്ട് തരത്തിലുണ്ട്, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആൻഡ് നൊമാഡിക് കൾട്ടിവേഷൻ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആൻഡ് നൊമാഡിക് കൾട്ടിവേഷൻ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എ പ്ലോട്ട് ഓഫ് ലാൻഡ് ഈസ് ക്ലിയർഡ് ബൈ ഫെല്ലിംഗ് ദ ട്രീസ് ആൻഡ് ബേണിംഗ് ദം. അതായത് കുറേ ട്രീസ് അത് നശിച്ച് താഴെ പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് നശിച്ച് ഭൂമിയിലേക്ക് വീണ് കഴിയുമ്പോൾ അത് എല്ലാം കൂടി കത്തിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ആഷസ് എന്ന് പറഞ്ഞാൽ ചാരം. ദ ആഷസ് ആർ ദെൻ മിക്സഡ് വിത്ത് ദ സോയിൽ ആൻഡ് ക്രോപ്സ് ആർ ഗ്രോൺ. അതിനാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് കുറേ പ്ലാന്റ്സ് അത് ഉണങ്ങി നശിച്ച് കഴിയുമ്പോൾ അത് ഭൂമിയിലേക്ക് വീഴുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ച് കഴിയുമ്പോൾ ചാരം ഉണ്ടാകും. ആ ചാരം ആഷും സോയിലും കൂടെ മിക്സ് ചെയ്ത് അവിടെ എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു. ദാറ്റ് ഈസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ക്ലിയർ? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഇനി അത് ഏതൊക്കെയാണ്? സാധാരണയായിട്ട് തിക്ലി ഫോറസ്റ്റഡ് ഏരിയാസിലാണ് ഇത് സംഭവിക്കുന്നത്. ഫോറസ്റ്റഡ് ഏരിയാസിൽ മെയ്സ്, പൊട്ടറ്റോ, യാം, കസാവ എന്ന് പറയുന്നത് മരച്ചീനി ആ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. അതുപോലെ യാം ചേന. ഓക്കെ, അപ്പോൾ കസാവ, യാം, പൊട്ടറ്റോ, മെയ്സ് ഇതൊക്കെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ ആശ എടുത്തിട്ട് അതും സോയിലുമായിട്ട് മിക്സ് ചെയ്യുക. ആ സോയിലിൽ എന്ത് വളർത്തുക? ഈ പറയുന്ന പ്ലാന്റ്സ് ഒക്കെ വളർത്തുക. ദെൻ
ഒരു സ്ഥലത്ത് നൊമാഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് ആളുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക, ഒരു സ്ഥലത്ത് സെറ്റിൽഡ് അല്ല, പഴയ ആൾക്കാർ അല്ലേ. അപ്പം അങ്ങനെയുള്ളവരാണ് നൊമാഡ്സ് എന്ന് പറയുന്നത്. അപ്പം men move from place to place with their animals for fodder and water. അതായത് വാട്ടറിനും ഫോഡർ, അതായത് ആഹാരത്തിനും അല്ലെങ്കിൽ വാട്ടറിനും ഒക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു അവരുടെ ആനിമൽസുമായിട്ട്, വിത്ത് ദെയർ ആനിമൽസ്. ദ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് അറൈസ് ഇൻ റെസ്പോൺസ് ടു ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒരു പരിധി വരെ ഇതിനെ സ്വാധീനിച്ചിരുന്നു. ഇതിന് എക്സാമ്പിളാണ് ഷീപ്പ്, ക്യാമൽ, യാം, ഗോട്ട്, വൂൾ, മിൽക്ക്, ഹൈഡ്സ്, മീറ്റ് ആൻഡ് അതർ പ്രോഡക്ട്സ്. ഇതൊക്കെ അതായത് വൂള്, മിൽക്ക്, ഹൈഡ്സ്, മീറ്റ് ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ഷീപ്പ്, ക്യാമല്, യാക്ക്, ഗോട്ട് ഇതൊക്കെ ഏതാണ് ഈ നൊമാഡിക് കൾട്ടിവേഷന്റെ ഭാഗമായിട്ടാണ്. അതിങ്ങനെ ഈ ആട്ടിൻകൂട്ടങ്ങളെ ആയിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ക്യാമലിന്റെ കൂട്ടങ്ങളെ ആയിട്ട് ഇങ്ങനെ ആട്ടിടയന്മാര് അല്ലെങ്കിൽ ഇടയന്മാര് ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തിലേക്ക് ഇതിനാവശ്യമുള്ള തീറ്റയ്ക്കും അതുപോലെ തന്നെ വെള്ളത്തിനുമായിട്ട് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഈ ആനിമൽസിനെ എന്ത് ചെയ്യുക, റിയറിംഗ് ഓഫ് ആനിമൽസ്. ഇതിനാണ് പറയുന്നത് നൊമാഡിക് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് കൂട്ടിയിട്ട് കത്തിച്ച് അതിനകത്തുള്ള ആശം സോയിലുകളെ മിക്സ് ചെയ്ത് ആ പ്രദേശത്ത് കൃഷി ചെയ്യുക. നൊമാഡിക് മീൻസ് ആനിമൽസിനെ കൊണ്ട് വാട്ടറിന് അല്ലെങ്കിൽ ഫോഡറിന് വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് ട്രാവൽ ചെയ്യുക. ദാറ്റ് ഈസ് നൊമാഡിക് കൾട്ടിവേഷൻ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ടൈപ്സ് ഓഫ് ഫാമിംഗ് ആൻഡ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് പറഞ്ഞു. അതായത് അവനവന് വേണ്ടുന്നത്, അതായത് ഒരു ഫാമറിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതാണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. അല്ലാതെ വിൽക്കാനോ ഒന്നുമല്ല. കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ അതല്ല. എന്താണെന്നറിയാലോ, ഫോർ സെയിലിന് വേണ്ടി ഒരു ലാർജ് പ്ലോട്ട് എടുത്ത് അവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്യുക, അതിനാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കൊമേഴ്ഷ്യൽ ഫാമിംഗ്. Crops are grown and animals reared sale in market. The large area is cultivated and a large amount of capital is used. Work done by machines. So ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ഇവിടെ നമുക്കൊരു എമൗണ്ട്, ഒരു ക്യാപിറ്റൽ നമ്മൾ ആദ്യം ഇതിൽ കൊടുക്കണം. നമ്മൾ പറഞ്ഞ ഇൻപുട്ടിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ആദ്യം തന്നെ ഒരു നല്ലൊരു എമൗണ്ട് ഇതിനകത്ത് മുടക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഒരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഏരിയ ചെറിയ ഏരിയ അല്ലെങ്കിൽ ഏരിയ കൂടുതൽ വേണം. ലാർജ് ഏരിയ ഈസ് നീഡഡ്. ദെൻ മെഷീനറീസ് വേണം. ചെറിയ നമ്മൾ കൈകൊണ്ടൊന്നും ചെയ്താൽ പോലെ മെഷീനറീസ് തന്നെ വേണം. അപ്പൊ ഇതൊക്കെയാണ് കൊമേഴ്ഷ്യൽ. എങ്കിൽ മാത്രമേ നമുക്ക് സെയിൽ എന്ന പർപ്പസിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതിൽ വരുന്ന ആദ്യത്തെ ഒരു ഗ്രൂപ്പാണ് കൊമേഴ്ഷ്യൽ ഗ്രെയിൻ ഫാമിംഗ്. Crops are grown for commercial purpose. These areas are sparsely populated with large farms spreading over hundreds of hectares. So, crops are grown for commercial purpose. ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ ഏരിയാസ് sparsely populated with large farm. അതായത് ഒരുപാട് ഫാംസ് ഇവിടെ സ്പ്രെഡിങ് ഓവർ ഹൺഡ്രഡ്സ് ഓഫ് ഒരുപാട് സ്ഥലത്തായിട്ട് ഹെക്ടറുകൾ സ്ഥലത്തായിട്ട് പല ഫാംസ് നടത്തുക. അപ്പം അതിനെയാണ് എന്ത് പറയുന്നത് കൊമേഴ്ഷ്യൽ ഗ്രെയിൻ ഫാമിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വീറ്റ്, മെയ്സ് ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഓഫ് നോർത്ത് അമേരിക്ക, യൂറോപ്പ് ആൻഡ് ഏഷ്യ ഈ സ്ഥലങ്ങളിലൊക്കെ കൊമേഴ്ഷ്യൽ ഗ്രെയിൻ ഫാമിംഗ് ഉണ്ട്. Then mixed farming, the land is used for growing food and fodder crops and rearing livestock. എന്താണ് ഗ്രോയിങ് ഫുഡ് ആൻഡ് ഫോഡർ? അതായത് നമ്മളിപ്പം എന്തിനെങ്കിലും വളർത്തുകയാണ് എന്ന് വിചാരിക്കുക. എന്താണത്? അപ്പം ആ വളർത്തുന്ന ഇപ്പം ലൈഫ് സ്റ്റോക്ക് ആണെങ്കിൽ അതിനാവശ്യമുള്ള ആഹാരവും നമ്മൾ അവിടെ തന്നെ എന്ത് ചെയ്യുക, ആ ഒരു സൈക്കിൾ പോലെ തന്നെ അവിടെ തന്നെ അതിനുള്ള ആഹാരങ്ങൾ നമ്മളിവിടെ വേറെ തരത്തിൽ അത് സെറ്റ് ചെയ്യുക. അത് ഇവിടെ എടുക്കുക, ഇത് തിരിച്ച് എന്ത് ചെയ്യുക, തിരിച്ച് ഇവിടെ കൊടുക്കത്തക്ക രീതിയിൽ അങ്ങനെ ഒരു മിക്സഡ് ഫാമിംഗ് ഒന്നൊന്നിനെ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ എന്ത് ചെയ്യുക
ഇപ്പം എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വേസ്റ്റ് വളമാക്കിയിട്ട് ആ വളം കൊണ്ട് പ്ലാന്റ്സിനെ വളർത്തുക. ആ പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്നത് എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഫിഷസിനെ വളർത്തുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ദെൻ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ. പ്ലാന്റേഷൻ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ എ ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് വേർ എ സിംഗിൾ ക്രോപ്പ്, ഒരുപാട് ക്രോപ്സ് മിക്സ് ചെയ്യാൻ പറ്റില്ല, സിംഗിൾ ക്രോപ്പ് ഈസ് ഗ്രോൺ, ലാർജ് എമൗണ്ട് ഓഫ് ലേബർ, ഇതും ലേബർ ആവശ്യമുണ്ട്, അതുപോലെ ക്യാപിറ്റൽ ആർ റിക്വയർഡ്. The produce may be processed on the farm itself or in nearby factories. The development of transport network is essential. ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് ഒക്കെ എസെൻഷ്യൽ ആണ്. ടീ, കോഫി, ഷുഗർ കെയിൻ, കാഷ്യൂ, റബ്ബർ, ബനാന ഓർ കോട്ടൺ. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് ബനാന, നമുക്കറിയാം വാഴകൃഷി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ റബ്ബർ തന്നെ. അപ്പം അങ്ങനെയുള്ള പ്ലാന്റേഷൻ, അതിനാണ് എന്ത് പറയുന്നത് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ ലേബർ കൂടുതൽ ആവശ്യമുണ്ട്, ഫാക്ടറീസിന്റെ സഹായം വേണം. Then rubber found in tropical regions of world. Rubber, Malaysia, coffee, Brazil, tea, India and Sri Lanka. ഈ സ്ഥലങ്ങളാണ് പ്രധാനമായിട്ട്. അതായത് റബ്ബർ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? മലേഷ്യയാണ്. അതുപോലെ തന്നെ ടീ നമ്മുടെ ഇന്ത്യ, അല്ലെ, ദേശീയ പാനീയം എന്ന പേരിൽ അറിയപ്പെടുന്ന ടീ ഇന്ത്യ ആൻഡ് ശ്രീലങ്കയുണ്ട്. ബ്രസീലാണ് കാപ്പി, അല്ലെ, കാപ്പിയുടെ നാട് എന്നറിയപ്പെടുന്നത് എന്താണ്? ബ്രസീൽ. ഓക്കെ, ദാറ്റ്സ് ഓൾ ടുഡേയ്സ് പോർഷൻ. ടൈപ്സ് നമ്മൾ പഠിച്ചത് farm system. This farm system farming or agriculture is considered as a farm system. This include input, process and output. Clear? Then seed, fertilizer and machinery are included in input. Then processing, weeding, plowing, sowing, harvesting and irrigation. Then output, crops, poultry, wool and dairy. Okay. Then types of farming. Farming is classified into mainly two: subsistence farming and commercial farming. Subsistence means satisfy a farmer's need. A farmer's need satisfy ചെയ്യുക, അതാണ്. Then commercial means for commercial purpose, for sale, like വിൽപ്പനയ്ക്കായി. Then subsistence farming is again classified into intensive and primitive. Intensive എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏരിയയിൽ നമ്മൾ പ്ലാന്റ്സിന് സിമ്പിൾ ടൂൾ ഉപയോഗിച്ച് പ്ലാന്റ്സിനെ വളർത്തുക, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് അത് ചെയ്യുക. സിമ്പിൾ ടൂൾ ഉപയോഗിച്ച് ചെറിയ ഏരിയ മതി. ദാറ്റ് ഈസ് ഇന്റൻസീവ്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവിനകത്ത് രണ്ടെണ്ണം: ഷിഫ്റ്റിംഗ്, കൾട്ടിവേഷൻ ആൻഡ് നൊമാഡിക്. ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രീസ് ഒക്കെ ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഇട്ട് കത്തിച്ച് കഴിയുമ്പോൾ ആഷും സോയിലും കൂടെ മിക്സ് ചെയ്ത് ആ പ്രദേശത്ത് എന്ത് വളർത്തുക, പുതിയ പ്ലാന്റ്സ് നടുക. ദാറ്റ് ഈസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. നൊമാഡിക് കൾട്ടിവേഷൻ ആനിമൽസിനെ ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് എന്തിന് ഇൻ സെർച്ച് ഓഫ് ഫുഡ് ആൻഡ് ഫോഡർ ആൻഡ് വാട്ടർ, അതിനുവേണ്ടി അങ്ങനെ ആനിമൽസിനെ റിയർ ചെയ്യുക. ദാറ്റ് ഈസ് നൊമാഡിക് കൾട്ടിവേഷൻ. Commercial farming is classified into three: commercial grain farming. Commercial grain farming എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരേ ടൈപ്പ് ഗ്രെയിൻസ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. മിക്സഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിനോട് ഹെൽപ്പ് ചെയ്യത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് ഫാമിംഗ് നടത്താൻ പറ്റും. പ്ലാന്റേഷൻ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ അതിന് നമുക്കൊരു വലിയൊരു മുതൽമുടക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ ഒരേ ടൈപ്പ് ആയിരിക്കും. ബനാന പ്ലാന്റേഷൻ ഓർ റബ്ബർ പ്ലാന്റേഷൻ, അങ്ങനെ വലിയ ഹെക്ടറുകളിലായിട്ട് ഒരേ ടൈപ്പ് പ്ലാന്റ്സ് ആയിരിക്കും അവിടെ നടുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ശരിക്കും ടെക്സ്റ്റ് വായിക്കുക. ഓക്കെ.